തുവന്നു തുടങ്ങും. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. റിപ്പോ നിരക്ക് 6.5% നിന്ന് 0.25 കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ തുടങ്ങിയ റിസർവ് ബാങ്ക് മോണിറ്ററി കമ്മിറ്റി യോഗം നിലവിൽ ധനസ്ഥിതി പൂർണ്ണമായും നിലനിർത്തിയ ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. 2023 ഫെബ്രുവരി മുതൽ ഈ നിരക്കാണ് തുടരുന്നത്. കഴിഞ്ഞ തവണ കുറയ്ക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ധനസ്ഥിതി വിലയിരുത്തിയപ്പോൾ പണപ്പെരുപ്പം കൂടുന്നുവെന്ന് മനസ്സിലാക്കി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കാൻ തയ്യാറായില്ല. ഡോളറിന് മേൽ രൂപയുടെ മൂല്യത്തിനുണ്ടായ ഇടിവും ഒരു പരിധിവരെ തീരുമാനത്തെ സ്വാധീനിക്കാനിടയുണ്ട്. സഞ്ജയ് മൽഹോത്ര RBI ചെയർമാൻ ആയതിനു ശേഷമുള്ള ആദ്യത്തെ മോണിറ്ററി കമ്മിറ്റി യോഗമാണ് ഇത്തവണ നടക്കുന്നത്. മലപ്പുറം മഞ്ചേരിയിൽ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോ പങ്കുവച്ചതിന് 1ാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. തിരുവാലി ഹിക്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ BCom വിദ്യാർത്ഥി ഷാനിദിനാണ് മർദ്ദനമേറ്റത്. സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ ഷാനിദിന്റെ മുഖത്തിന് പരിക്കേറ്റു. മുൻവശത്തെ പല്ലുകളും തകർന്നിട്ടുണ്ട്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ജാസിൽ, മുനീബ്, മുഹസിൻ, ഷിഹിൻഷാദ്, വിഷ്ണു എന്നിവർ മർദ്ദിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ